ആരോടും ഒരു പരിധിയിൽ കൂടുതൽ അടുക്കാതിരിക്കുക. ഒരിക്കലും ഒരാളെ പൂർണ്ണമായി മനസ്സിലാക്കിയെന്ന് ധരിക്കരുത്. അളവിൽ കൂടുതൽ കൊടുക്കുന്ന ഒന്നിനും ഒരു വിലയുമുണ്ടാകില്ല. വീണിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ആഗ്രഹിച്ചിടത്ത് എത്താനും നിങ്ങൾക്ക് സാധിക്കും. ജീവിതത്തിൽ വന്നു പോകുന്ന താൽക്കാലിക മനുഷ്യർക്ക് ഹൃദയം കൊടുത്തതിൻ്റെ പേരിൽ ഇനിയും കരയില്ലെന്ന് ഉറപ്പുവരുത്തുക. കണ്ടുമുട്ടുന്ന അധികം മനുഷ്യരും താൽക്കാലിക മനുഷ്യരാണ് എന്ന വലിയ തിരിച്ചറിവിലേക്ക് സ്വയം വളരുക. പ്രശ്നങ്ങൾക്ക് മുന്നിൽ തളർന്നു പോകില്ലെന്ന് നമ്മൾ സ്വയം തീരുമാനമെടുക്കണം. അപ്പോൾ എത്ര വലിയ പ്രശ്നവും നമ്മൾക്ക് തന്നെ തരണം ചെയ്യാൻ സാധിക്കും. ക്ഷമിക്കുന്നത് കീഴടങ്ങലോ തോൽവിയോ അല്ല, അത് പ്രശ്നപരിഹാരം മാത്രമാണ്. വളരെ കുറച്ചാളുകൾ മാത്രമാണ് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത്. ബാക്കിയുള്ളവർ നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നു എന്ന് വീക്ഷിക്കുന്നവർ മാത്രമാണ്. പ്രചോദനത്തിൻ്റെ ഏറ്റവും വലിയ ഉറവിടം നിങ്ങളുടെ ചിന്തകളാണ്. അതിനാൽ വലിയ ചിന്തകളിലൂടെ വിജയിക്കാൻ സ്വയം പ്രചോദിപ്പിക്കുക. സമയവും സാഹചര്യവും എപ്പോൾ വേണമെങ്കിലും മാറാം. അതിനാൽ ആരെയും അപമാനിക്കരുത്, ആരെയും വില കുറച്ച് കാണരുത്. നിങ്ങൾ ശക്തനായിരിക്കാം, എന്നാൽ സമയം നിങ്ങളെക്കാൾ ശക്തനാണ്. ഒരാൾ താഴ്ന്നു തരുമ്പോൾ നമ്മൾ വിജയിച്ചു എന്ന് കരുതരുത്. സത്യത്തിൽ നമ്മളാണ് പരാജയപ്പെടുന്നത്. കാരണം എല്ലാ ബന്ധങ്ങളുടെയും ആയുസ് കൂട്ടുന്നത് താഴ്ന്നു കൊടുക്കുന്ന മനസ്സാണ്. കുറ്റപ്പെടുത്തി കണ്ണു നിറയ്ക്കുന്നതല്ല, കൂടെ നിർത്തി കണ്ണുനീർ തുടയ്ക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. ചിലരുടെ വാക്കുകളും പ്രവർത്തികളും നമുക്കിഷ്ടമല്ലെങ്കിലും ഇഷ്ടക്കേട് കാണിക്കാതെ മറുത്തൊന്നും പറയാതെയും ഇരിക്കുന്നതാണ് സമാധാനത്തിലുള്ള ജീവിതത്തിന് നല്ലത്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ മാത്രമാണ് പരിഹാരം. മറ്റുള്ളവരുടെ കയ്യിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ. ആത്മവിശ്വാസം വിജയത്തെ കൊണ്ടുവരണമെന്നില്ല, മറിച്ച് ഏത് വെല്ലുവിളികളെയും നേരിടാനുള്ള ശക്തി നൽകും. ഏത് പ്രശ്നം മുന്നിൽ വന്നാലും മനസ്സിൽ ആദ്യം എത്തുന്നത് പരിഹാര ചിന്തയാണെങ്കിൽ നിങ്ങൾ വിജയത്തിൻ്റെ വഴിയിലാണ്. പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയാതെ പരിഹാരം തേടുക. പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല. എല്ലാവരുടെയും ഉള്ളിൽ നന്മയും തിന്മയുമുണ്ട്. അതിൽ എന്തിനെ നിങ്ങൾ വളർത്തുന്നുവോ അത് വളർന്നു വരും. നിങ്ങളുടെ ജീവിതം എങ്ങനെ ജീവിക്കണം എന്നത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. അത് മറ്റുള്ളവരുടെ കയ്യിൽ കൊടുത്തു വിടാതിരിക്കുക. ജീവിതത്തിൽ നിങ്ങളെ താഴ്ത്താൻ ശ്രമിച്ചവരെ നിങ്ങളുടെ വാക്കുകൾ കൊണ്ടല്ല, പകരം വിജയം കൊണ്ടാണ് നേരിടേണ്ടത്. ലക്ഷ്യബോധമുള്ള ജീവിതം മനുഷ്യനെ സമ്പത്തിലേക്കും സന്തോഷത്തിലേക്കും നയിക്കുന്നു. പുറകോട്ട് നോക്കി സങ്കടപ്പെടാതിരിക്കുക, കാരണം നിങ്ങൾക്ക് സഞ്ചരിക്കേണ്ടത് മുന്നോട്ടാണ്. Please like, share and subscribe my channel. Thanks for watching.